വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തിന് നീതി കിട്ടില്ല. അതിന് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇക്കാര്യം ഇന്നലെ വ്യക്തമാക്കിയതോടെ മുനമ്പത്തിന്റെ ചിത്രം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്നലെ നന്ദി മോദി പരിപാടി സംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാരിനൊപ്പം നിന്ന മുനമ്പം ജനത ഇന്ന് ഇരുട്ടിൽ തപ്പുകയാണ്. ഇതുവരെ BJPക്കൊപ്പം നിന്ന സഭയും സമരസമിതിയും പരസ്യമായി തന്നെ നിരാശ പ്രകടിപ്പിക്കുന്നു. മുനമ്പമാണ് ഒറ്റമൂലി എന്ന വ്യാഖ്യാനം സൃഷ്ടിച്ച് മുതലെടുപ്പിനാണ് ഇതുവരെയും BJP ശ്രമിച്ചത് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു. ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെയാകുമെന്ന് BJP കരുതിയിരിക്കില്ല. അപ്പോഴും LDFനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറ്റൊരു ഭാഗത്ത്. ആദ്യം കണ്ടുവരാം RDX റാപ്പ് 59 സെക്കൻഡിൽ. വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം മുനമ്പം പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്നലെ തുറന്നു പറഞ്ഞതിന് പിന്നാലെ തുടർ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സിറോ മലബാർ സഭ BJPയെ വിശ്വസിച്ചതിലുള്ള നിരാശ പരസ്യമാക്കി. മുനമ്പത്തെ ജനങ്ങളെ ചില രാഷ്ട്രീയ പാർട്ടികൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും സഭാ വക്താവ് പറയുന്നു. ഹൈക്കോടതി പോയി, സുപ്രീം കോടതി പോയി, അത് എത്ര വർഷങ്ങളെടുക്കും നമുക്കറിയില്ല. അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം വേറെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് നൽകണമെന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുനമ്പം പ്രശ്നത്തിനുള്ള ഒറ്റമൂലിയാണ് ബില്ലെന്ന ആഖ്യാനം സംഘപരിവാർ നടത്തി. പക്ഷേ കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ സത്യം വീണ ആ വാദം പൊളിഞ്ഞുപോയെന്ന് മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ആ രാഷ്ട്രീയം പൊളിഞ്ഞുപോയതോടെ BJP മുനമ്പം ജനതയെ വഞ്ചിച്ചുവെന്നാണ് LDF നിലപാട്. എന്നാൽ മുനമ്പത്തുകാരെ ചതിച്ചത് LDF സർക്കാരാണെന്നാണ് UDFന്റെ ആരോപണം. മുനമ്പം വിഷയം രൂക്ഷമാക്കുക എന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് പിണറായി വിജയൻ കൂട്ടുപിടിച്ചെന്നും UDF കുറ്റപ്പെടുത്തുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വിശദമായി ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരാം. റിജിജു ഇന്നലെ പറഞ്ഞത് നമുക്ക് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണത്. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തിന് നീതി കിട്ടില്ല എന്ന് വിശദമായിട്ട് ഇന്നലെ പരിശോധിച്ചാണ് നമ്മളത്. മുനമ്പം നിവാസികൾ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണം എന്ന് അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയിൽ വ്യവഹാരത്തിന് ചെല്ലുമ്പോൾ നിയമ ഭേദഗതി ഗുണപ്പെടും എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിന് തർക്കവസ്തുക്കളിൽ മുൻകാല പ്രാബല്യമില്ല എന്ന് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. സെറ്റിൽ ചെയ്ത കേസുകളിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥ അതേപോലെ നിലനിൽക്കും എന്നും റിജിജു ഇന്നലെ പറഞ്ഞിരുന്നു. മുനമ്പം വിഷയം സെറ്റിൽ ചെയ്യാത്തതിനാൽ ഭേദഗതി കേസിനെ സഹായിക്കും. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ഉണ്ടായിരുന്നതാണ്. BJPക്കെതിരെ വിമർശനമുയർത്തി സിറോ മലബാർ സഭ രംഗത്ത് വന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുനമ്പം വിഷയത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് BJP എന്ന് പേരെടുത്ത് പറയാതെ അദ്ദേഹം പറഞ്ഞു. ചില പാർട്ടികളെ അനുകൂലിച്ച് പ്രതികരണം ഉണ്ടായത് ഈ തെറ്റിദ്ധാരണയിലായിരുന്നു എന്നുകൂടെ കുറ്റസമ്മതം നടത്തിയാണ് അദ്ദേഹം ചെയ്ത്. ചിലർക്കെതിരെ വൈകാരിക പ്രതികരണം ഉണ്ടായതും തെറ്റിദ്ധാരണയിലാണ് എന്ന് പേര് പറയാതെ അദ്ദേഹം പറയുകയാണ്. നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാകണമായിരുന്നു എന്നും സഭ ആവശ്യപ്പെടുന്നു. പ്രശ്നം പരിഹരിക്കാത്തതിൽ ആശങ്കയുണ്ടെന്ന് സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര വ്യക്തമാക്കി. ബിൽ ഒറ്റമൂലി എന്ന ആഖ്യാനം സംഘപരിവാർ നടത്തിയതാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രിയെ മുനമ്പത്തെത്തിച്ച് BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയായിരുന്നു എന്ന് തന്നെ അല്പം മുമ്പ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കിരൺ റിജിജുവിന്റെ വായുവിൽ നിന്ന് തന്നെ സത്യം വീണ് ആ വാദം BJPയുടെ വാദം പൊളിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. BJP സൃഷ്ടിച്ച വ്യാജ ആഖ്യാനങ്ങളെല്ലാം അതോടെ ഉടഞ്ഞുപോയെന്നും പിണറായി വ്യക്തമാക്കി. നേരത്തെ ഏത് വകുപ്പാണ് മുനമ്പത്തുകാർക്ക് സംരക്ഷണം നൽകുന്നത് എന്ന് TP രാമകൃഷ്ണൻ നേരത്തെ ഇതോട് പ്രതികരിച്ച് ചോദിച്ചു. ന്യൂനപക്ഷാവകാശം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണ് വഖഫ് ഭേദഗതി നിയമം എന്ന് അദ്ദേഹം പറഞ്ഞു. RSSന്റെ വർഗീയ നിലപാട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന പ്രതികരണവും ഉണ്ടായി. LDF സർക്കാർ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമെന്നും LDF കൺവീനർ വീണ്ടും ആവർത്തിച്ചു. ഇന്ന് BJP മുനമ്പത്തെ പറഞ്ഞു പറ്റിച്ചു, LDF പിന്നിൽ നിന്ന് ചതിച്ചു എന്ന് ആയിരുന്നു VD സതീശന്റെ ആക്ഷേപം. നിലവിലെ ട്രൈബ്യൂണലിന്റെ കാലത്ത് അനുകൂല നിലപാടിന് LDF മുൻകൈ എടുത്തില്ല എന്ന ഒരു ആക്ഷേപം കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. സംഘപരിവാർ അജണ്ടയ്ക്ക് കേരള സർക്കാർ കുടപിടിച്ചെന്നും സതീശൻ രണ്ട് ഭാഗത്തേക്കും അദ്ദേഹം അമ്പെയ്തു. മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഫോർമുല UDFന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടെ വ്യക്തമാക്കി. പാർലമെന്റിൽ ശബ്ദിക്കാത്തവർ ആടിനെ പട്ടിയാക്കുന്നെന്ന് V മുരളീധരൻ BJP നേതാവ് പറഞ്ഞു. ഇന്ത്യ സഖ്യം കുപ്രചാരണം നടത്തുന്നു, നുണകളുടെ പെരുമഴ ചൊരിയുകയാണ് എന്ന് അദ്ദേഹം അതിശക്തമായിട്ട് വിമർശിച്ചു. വേട്ടക്കാർക്കൊപ്പമുള്ളവർ ഇരകൾക്കൊപ്പം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് V മുരളീധരൻ പറഞ്ഞു. നുണയുടെ പെരുമഴയാണ്. കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം എപ്പോഴും ആണെന്നും V മുരളീധരൻ ഇന്ന് വീണ്ടും പറഞ്ഞു. പുതിയ ആശങ്കകൾ അറിയിക്കാൻ പ്രധാനമന്ത്രിയെ കാണുമെന്നാണ് സമരസമിതി ഇന്ന് പറഞ്ഞത്. കിരൺ റിജിജുവിൻ്റെ വാക്കുകേട്ട് ഞെട്ടിപ്പോയെന്ന് സമരസമിതി ഇന്നലെ ആദ്യമായിട്ട് പ്രതികരിച്ചിരുന്നു. നിയമ ഭേദഗതിയിലൂടെ പരിഹാരം ലഭിക്കുമെന്ന് BJP നേതാക്കൾ പറഞ്ഞത് സമരസമിതി വിശ്വസിച്ചു എന്നവർ പറഞ്ഞു. മുനമ്പം പ്രശ്നത്തിൽ നീതിക്കായി ഇപ്പോഴും അലയുകയാണെന്നും സമരസമിതി വ്യക്തമാക്കി. മുനമ്പം ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. അവരിൽ കുറേ പേരെങ്കിലും ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമായാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു. അതിൽ തിരിച്ചടി ഉണ്ടായതായിട്ട് അവർ പറയുന്നു. എങ്ങനെയാണ് അതിനെ കാണുക?
ഈ വഖഫ് ഭേദഗതി ബില്ല് വരുന്നതിന് തൊട്ട് മുമ്പ് മുനമ്പം കേസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ കേസ് അപ്പോൾ പോയിക്കൊണ്ടിരുന്ന ഒരു ഗതി എന്തായിരുന്നു? കമ്മീഷൻ കാര്യങ്ങൾ പഠിക്കണം, അതിനുശേഷം അത് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം, കോടതിയിൽ ഇതിൻ്റെ കേസ് നിൽക്കുന്നുണ്ട്, ഈ റിപ്പോർട്ട് കൂടി ചേർത്തുകൊണ്ട് കോടതിയിൽ സർക്കാർ കാര്യം പറയും, അതിനുശേഷം കോടതി ഒരു വിധി പറയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് നൽകണമെങ്കിൽ സർക്കാർ നൽകണം. ഇതാണ് ഇതിൻ്റെ ഒരു സാധാരണ രീതി. ഇപ്പോൾ ഇത് നിൽക്കുന്ന അവസ്ഥ എന്താണ്? കമ്മീഷൻ കാര്യം പഠിക്കണം, കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം, കോടതിയിൽ കാര്യം പറയണം, അതിനുശേഷം അതിനനുസരിച്ച് റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകണം. ഇതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ആകെപ്പാടെ നമുക്ക് മിച്ചം കിട്ടിയത് എന്താണ്? സുരേഷ് ഗോപിയുടെ കമ്മീഷണറിന് ശേഷം അത്രയും കടുപ്പത്തിൽ 4 ഇംഗ്ലീഷ് ഡയലോഗ് പാർലമെന്റിൽ കേട്ടു എന്നുള്ളത് ഒഴിച്ചാൽ സത്യത്തിൽ മുനമ്പത്തെ ആളുകൾക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു നടപടി ഈ ബില്ലിലൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് തുറന്ന് സമ്മതിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ BJPക്കും കേരളത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒപ്പം നിന്ന ആളുകളല്ല, ഇപ്പം സഭയടക്കം അത് തിരിച്ചറിഞ്ഞ് അവർ ആ കാര്യങ്ങൾ പറയുന്നു. ഇന്നലെ ഇപ്പോൾ സമരസമിതിയുടെ കൺവീനർ ആദ്യം പ്രതികരിച്ചത് ന്യൂസ് മലയാളത്തോടാണ്. ഞെട്ടിപ്പോയി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും എടുത്തു പറഞ്ഞല്ലോ. ആ പ്രതികരണം വന്നത് ന്യൂസ് മലയാളത്തിലൂടെയാണ്. ആത്മാർത്ഥമായുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ആ നിലയ്ക്ക് എന്തായിരുന്നോ ഇതിന് തൊട്ട് മുമ്പുള്ള സ്ഥിതി അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സനീഷ, ഇപ്പോൾ ഈ മുൻകാല പ്രാബല്യത്തിൻ്റെ അഭാവം ഈ വിഷയത്തിലുള്ളത്, ഒപ്പം തന്നെ വകുപ്പ് 40 ഒഴിവാക്കൽ, വകുപ്പ് 2A പരിമിതികൾ, ഒപ്പം കോടതി വിധിയുടെ ആവശ്യകത, ഇത്രയും പ്രശ്നങ്ങൾ, പിന്നെ സ്വാഭാവികമായും ഈ നിയമ ഭേദഗതിക്കുണ്ടായിട്ടുള്ള മറ്റു പരിമിതികൾ, ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഈ നിയമ ഭേദഗതിയുടെ പരിമിതികൾക്കപ്പുറത്ത് മുമ്പുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഈ ബില്ല് പാസ്സാക്കിയതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ മാറ്റം ഉണ്ടാകാത്തിടത്തോളം ഈ കാര്യങ്ങൾക്കെല്ലാം മുമ്പുള്ള പരിഹാരം തന്നെയാണ്. എനിക്ക് ആകെപ്പാടെ ഇപ്പോൾ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന ഫോർമുല VD സതീശൻ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കണം. എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് പോകണമെന്ന് മാത്രം. ഇപ്പം എന്താ വെച്ചാൽ ഇതൊരു സങ്കീർണമായിട്ടുള്ള വിഷയമാണ് മുനമ്പത്തെ എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ മനുഷ്യർ നേരിടുന്ന ഏത് സങ്കീർണമായ പ്രശ്നവും മനുഷ്യർ തമ്മിലുള്ള സംസാരത്തിലൂടെ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ പരിഹരിക്കാൻ പറ്റും എല്ലാവരും വിചാരിച്ചാൽ. അത് ഇവിടെയും ആ സാധ്യത കിടക്കുന്നുണ്ട്. അതായത് ഇതിൽ ആരും ഇവർക്ക് ഈ സാധാരണ മനുഷ്യർക്ക് ഭൂമി നഷ്ടമാകണമെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യരും ഇല്ല. ഇവിടെ BJPക്കാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും CPM-കാരും എല്ലാവരും സഭയും മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും എല്ലാം ഈ പാവപ്പെട്ട മനുഷ്യർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. മുസ്ലിം സംഘടനകൾ പോലും ഇത് പിടിച്ചു വാങ്ങണം എന്ന് വിചാരിക്കുന്ന ആളുകളെയല്ല. അത് അവരവിടെ തന്നെ നിൽക്കണമെന്നാണ്. പക്ഷേ സങ്കീർണമായിട്ടുള്ള സംഗതികൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ വഖഫ് പ്രശ്നം അതിനകത്തുണ്ട്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഭൂമി കൈവശം വെക്കുന്ന റവന്യൂ രേഖകളുടെ സങ്കീർണതകളുണ്ട്. ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റില്ല. ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇത് പരിഹരിക്കപ്പെടും. ഒരു പ്രശ്നം ഉണ്ടാകാതെ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ ശ്രമിച്ച ആളുകൾ വല്ലാതെ ക്ഷീണിച്ചു പോയി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർമ്മയുണ്ടോ സുരേഷ് ഗോപി രാജ്യസഭയിൽ പറഞ്ഞ ആ ഡയലോഗ്? ദാറ്റ് റെസൊല്യൂഷൻ ഈസ് ഗോയിങ് ടു ഡ്രൗൺ ഇൻ ദ അറേബ്യൻ സീ, യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. കേരള നിയമസഭ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങി മരിക്കുമെന്ന് ഇംഗ്ലീഷിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഭരത്ചന്ദ്രൻ IPSന്റെ ഭാവവും ശരീരഭാഷയുമായിരുന്നു. ബില്ല് പാസ്സായതിനു ശേഷം കൊരട്ടി പള്ളിയിൽ മുത്തിക്ക് പൂവൻകുലയും പട്ടും പലഹാരങ്ങളും നേർച്ചയായി സമർപ്പിക്കാനെത്തിയ സുരേഷ് ഗോപിയും വിജയശ്രീലാളിതൻ്റെ ഭാവത്തിലായിരുന്നു. ഒടുവിൽ ഇന്നലെ നന്ദി മോദി പരിപാടിക്കായെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ വായിൽ നിന്ന് നിയമ ഭേദഗതി സംബന്ധിച്ച വാസ്തവം വഴിതെറ്റി വീണപ്പോൾ മുനമ്പം സമരസമിതി ഞെട്ടിപ്പോയി. അങ്ങനെയാണല്ലോ അവർ പറഞ്ഞത്. BJPക്കാർ പറഞ്ഞതൊക്കെ കേട്ട് വിശ്വസിച്ചു പോയെന്നും ആ വിശ്വാസം തെറ്റിപ്പോയെന്നും പറയുന്നു സിറോ മലബാർ സഭ. ഭരണഘടനാ മൂല്യങ്ങളെ സഭയിലെ അംഗബലത്തിൻ്റെ കരുത്തിൽ മറികടക്കാമെന്ന് കരുതുന്നവരെ അവരുടെ വിശ്വാസം കാക്കട്ടെ.